കൊടകരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. പാറേക്കാട്ടുകരയിലെ കിടക്ക നിർമ്മാണശാലയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. മതിലകത്ത് അങ്കണവാടി ജീവനക്കാരിയുടെ സ്വർണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. ചാലക്കുടി കോടശ്ശേരി മലയിൽ മണ്ണിടിച്ചിൽ. കോടശ്ശേരി മലയിൽ ഉൾപ്പെടുന്ന കനകമല പള്ളിയുടെ ഏകദേശം 200 മീറ്റർ ദൂരത്തിലാണ് മലയിലെ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടകര പാറേക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. പാറേക്കാട്ടുകരയിലെ കിടക്ക നിർമ്മാണശാലയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. ഇലക്ട്രിക് ലൈനിൽ തട്ടിയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് നിഗമനം. കൊടകര സഹൃദയ കോളേജിന് സമീപത്ത് വെച്ച് ലോറിയുടെ പുറകുവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് പുറകെ വന്ന ബൈക്ക് യാത്രക്കാരൻ ലോറി ഡ്രൈവറെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഡ്രൈവർ ഭാഗ്യരാജ് വീടുകൾ കുറവുള്ള ഭാഗത്ത് ലോറി നിർത്തി. ചാലക്കുടിയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആളൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ലോറിയിലുണ്ടായിരുന്ന 45 ബണ്ടിൽ നിർമ്മാണ സാമഗ്രികളിൽ 27 ബണ്ടിൽ കത്തിനശിച്ചു. മീഡിയ ടൈം, കൊടകര. ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാളയിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെ 8:30 ആളൂർ കിണർ സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ബസിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നും പുക ഉയരുകയായിരുന്നു. ഉടനെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കി. ഈ സമയം ബസിന്റെ ഹൈഡ്രോളിക് ഡോർ തുറക്കാതിരുന്നതും യാത്രക്കാരിൽ പരിഭ്രാന്തിക്ക് ഇടയാക്കി. തീപിടിക്കുന്നത് കണ്ട് ഭയപ്പെട്ട ചില യാത്രക്കാർ ജനലിലൂടെ താഴേക്ക് ചാടി. ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മാളയിൽ നിന്നും അഗ്നിരക്ഷാസേനയും ആളൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, ആളൂർ. മതിലകത്ത് അങ്കണവാടി ജീവനക്കാരിയുടെ സ്വർണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. മതിലകം 13-ാം വാർഡിലെ 77-ാം നമ്പർ ശിശുഭവൻ അങ്കണവാടി വർക്കർ ഷേളി തോമസിന്റെ 3.5 പവൻ സ്വർണമാലയാണ് അങ്കണവാടിയുടെ കോണിപ്പടിയിൽ നിന്ന് കാക്ക കൊത്തിക്കൊണ്ടുപോയത്. രാവിലെ അങ്കണവാടി തുറന്ന് അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ ഷേർലി തോമസ് മാല ഭക്ഷണപ്പൊതിയോടൊപ്പം കോണിപ്പടിയിൽ ഊരിവെച്ചു. ഇതിനിടെയാണ് കാക്ക മാല കൊത്തിപ്പറന്നത്. ഇത് കണ്ട് ഷേർലി മാല കാക്ക കൊണ്ടുപോണേന്ന് പറഞ്ഞ് ഉറക്കി നിലവിളിക്കുകയും ഷേർലി തോമസിന്റെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത് റോഡിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നിന്നവരും നാട്ടുകാരും എത്തി മാലയ്ക്കായി കാക്കയുടെ പിന്നാലെ ഓടുകയായിരുന്നു. കാക്ക തൊട്ടടുത്ത മരത്തിൽ ഇരുന്നതോടെ നാട്ടുകാരിൽ ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് കാക്കയുടെ കൊക്കിൽ നിന്നും സ്വർണ്ണമാല വീഴ്ത്തി തിരികെ നൽകുകയായിരുന്നു. നഷ്ടപ്പെട്ടു പോയെന്നു കരുതിയ മാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷേർലി തോമസ്. ശരി, ആരെങ്കിലും വരുമ്പോൾ തുറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ് തുടങ്ങി. അംഗൻവാടി കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാല ഊരി ഞാനിത് ഈ സ്റ്റെയറിൽ മുകളിൽ വെച്ച് സ്റ്റെയർ കയറി മോൾ ഭാഗമൊക്കെ അടിക്കാനായിട്ട് ചെന്ന് ഒരു 9 മണിക്കുള്ളിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈയൊട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു. കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതിൽ കൂടി പോണവരൊക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ചയെടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെ ഇട്ട് ഞാൻ എന്തോ എൻ്റെ കയ്യിലുണ്ടായി, അതുകൊണ്ട് എറിഞ്ഞ് എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായതുകൊണ്ട് ചൂലാണെന്ന് തോന്നുന്നു, എന്തുകൊണ്ട് എറിഞ്ഞ് കാക്ക അത് അവിടെ ഇട്ട് കാക്ക പറന്നു പോയി. അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചയെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ചു കിട്ടി. ഞാൻ ആകെ അവർ വന്നിട്ട് എന്നോട് വിവരം ചോദിച്ചിട്ട് ഞാൻ ആകെ വിറക്കിയിരുന്നു. എന്താണിത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്നോർത്ത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം. ചാലക്കുടി കോടശ്ശേരി മലയിൽ മണ്ണിടിച്ചിൽ. കോടശ്ശേരി മലയിൽ ഉൾപ്പെടുന്ന കനകമല പള്ളിയുടെ ഏകദേശം 200 മീറ്റർ ദൂരത്തിലാണ് മലയിലെ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. കോടശ്ശേരി വില്ലേജ് സർവേ 436 ഉൾപ്പെടുന്ന സ്ഥലമാണിത്. പണ്ട് സർക്കാർ ലീസിന് പാറ പൊട്ടിക്കാൻ കൊടുത്ത സ്ഥലത്തിനു മുകളിലാണ് മണ്ണിടിഞ്ഞത്. ജിയോളജി വിഭാഗം സ്ഥലം സന്ദർശിച്ച് വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്നും
ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും ആശങ്ക പരിഹരിക്കണമെന്നും കേരള കോൺഗ്രസ് നേതാക്കളായ പോളി ഡേവിസ്, VJ ജോജി എന്നിവർ ആവശ്യപ്പെട്ടു. ജനാധിപത്യം, ഭരണഘടന, ജുഡീഷ്യറി ഇവയുടെ അട്ടിമറി പ്രതിരോധിക്കാൻ നാം തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ തകർക്കപ്പെടുമ്പോൾ, മതേതരത്വത്തിന്റെ അർത്ഥം മറന്നുപോകുമ്പോൾ, ഏകാധിപതികളുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതത്വ ബോധം സമൂഹത്തിൽ നിന്ന് മാറ്റാൻ ജുഡീഷ്യറി മറക്കരുതെന്ന് VD സതീശൻ അഭിപ്രായപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന്റെ 5000 വർഷങ്ങളിലേറെ പഴക്കമുള്ള ഒരു രാജ്യത്തിന്റെ പാരമ്പര്യം, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രജപുത്രന്മാരും ഒക്കെ ഭരിച്ചിട്ടുണ്ട്. ഞാൻ മനു എസ് പിള്ളയുടെ ഒരു പുസ്തകത്തിൽ വായിച്ചത്, അന്ന് അടിമ വ്യാപാരം നടക്കുന്ന കാലത്ത് ഇന്നത്തെ എത്യോപ്യ, പഴയ അബീസീനിയയിൽ നിന്ന് അടിമയായി വന്ന ഒരാൾ ബിജാപൂരിലെ സുൽത്താനായിട്ടുണ്ടെന്ന ഇന്ത്യയിൽ. അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. ചിലപ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന വ്യത്യസ്തമായ ജീവിത രീതികളെ, ജനപദങ്ങളെ മുഴുവൻ കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ളൊരു പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. MES ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായി MES അസ്മാബി കോളേജിൽ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഡറേറ്ററായ MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാധവൻകുട്ടി, VM ഷൈൻ, PS മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ദ് സദാനന്ദ്, KK കുഞ്ഞു മൊയ്തീൻ, MES ഭാരവാഹികളായ KM അബ്ദുൾ സലാം, KM അബ്ദുൾ ജമാൽ, PS മുജീബ് റഹ്മാൻ, സലീം അറക്കൽ, KK സുൽഫി, അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ, അബ്ദുള്ള ബാബു എന്നിവർ സംബന്ധിച്ചു. ചന്ദ്രപിന്നിയിലെ തെരുവുനായ വട്ടം ചാടിയുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ചന്ദ്രപിന്നി പള്ളിപ്പറമ്പിൽ ഇബ്രാഹിം കുട്ടിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുന്നതിനിടയിലാണ് ചന്ദ്രപിന്നി CV സെന്ററിനടുത്ത് ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡിൽ വെച്ച് തെരുവുനായ സ്കൂട്ടറിന് മുന്നിലേക്ക് ചാടിയത്. സ്കൂട്ടറിൽ നിന്നും വീണ ഇബ്രാഹിം കുട്ടിക്ക് കൈക്കും കാലിനും നെറ്റിയിലും പരിക്കേറ്റിട്ടുണ്ട്. ഇബ്രാഹിം കുട്ടി ചന്ദ്രപിന്നി അൽ ഇക്ബാൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മത്സ്യം മോഷ്ടിച്ചതിന് കേസ് കൊടുത്തതിലുള്ള വൈരാഗ്യത്താൽ യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പനങ്ങാട് ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ വീട്ടിൽ ഷിജുമോനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പനങ്ങാട് ശാന്തിപുരം സ്വദേശി ഊളക്കൽ വീട്ടിൽ തൻസീർ, സുഹൃത്തായ വിഷ്ണു എന്നിവർ ചേർന്ന് ബ്രാലത്ത് മത്സ്യകൃഷി നടത്തുന്ന സ്ഥലത്ത് നിന്ന് 3 ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചതിന് വിഷ്ണുവിന്റെ പരാതിയിൽ പ്രതിക്കെതിരെ കേസെടുത്തതിലുള്ള വൈരാഗ്യത്താൽ ഇക്കഴിഞ്ഞ 10-ന് തൻസീറിനെ ആക്രമിക്കുകയും പിടിച്ചുമാറ്റാൻ വന്ന സുഹൃത്ത് അൻസിനെയും കൈക്കൊണ്ടാക്രമിക്കുകയും തുടർന്ന് തൻസീർ വിഷ്ണുവിനൊപ്പം ബൈക്കിൽ പോകുമ്പോൾ പൊരിബസാർ വരമ്പത്ത് പീടികയിൽ വെച്ച് ബൈക്ക് വട്ടം വെച്ച് നിർത്തി കത്തികൊണ്ടാക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. സംഭവത്തെ തുടർന്നുണ്ടായ അടിപിടിയിൽ പരിക്കേറ്റ ഷിജേഷ് പോലീസ് സർവൈലൻസിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡിസ്ചാർജ് ആയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷിജേഷ് ഇരിഞ്ഞാലക്കുട മതിലകം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ 2 വധശ്രമ കേസുകളിലും 1 അടിപിടി കേസിലും 1 മോഷണ കേസിലും പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ പ്രദീപൻ, ASI പ്രജീഷ്, GS CPO ഗോപകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വന്യജീവികളിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിനായി രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയ്ക്ക് വനം വകുപ്പ് ഏകദിന പരിശീലനം നൽകി. മിഷൻ PRT എന്ന പേരിൽ വാഴച്ചാൽ ചാലക്കുടി വനം ഡിവിഷന് കീഴിലുള്ള സേനാംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്. ഡിവിഷനുകളിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലെ 1 വാർഡിൽ നിന്ന് 15 പേർ അടങ്ങുന്നതാണ് പ്രാഥമിക പ്രതികരണ സേന. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ടീമിനാവശ്യമായ ഉപകരണങ്ങളും യൂണിഫോമും വനം വകുപ്പ് നൽകും. മോബ് കൺട്രോളർ, പ്രഥമ ശുശ്രൂഷ, വന്യജീവി സംഘർഷ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. ചാലക്കുടി ഫോറസ്റ്റ് IB ഹാളിൽ നടന്ന ഏകദിന പരിശീലനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
ചാലക്കുടി DFO M വെങ്കിടേശ്വരൻ IFS അധ്യക്ഷത വഹിച്ചു. വാഴച്ചാൽ DFO IS സുരേഷ് ബാബു, തൃശൂർ SI PAC FTS മാത്യു, അതിരപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VJ ജിഷ്മ, ഷോളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആൽബിൻ ആന്റണി, ചാർപ്പ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BB അഖിൽ, പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ്, വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാരിന്റെ വികലമായ വ്യാപാര കരാറുകൾക്കെതിരെ കേന്ദ്ര തൊഴിലാളി കർഷക ജനസഭ ചാലക്കുടി നിയോജക മണ്ഡലം സംഘടനകളുടെ നേതൃത്വത്തിൽ സംയുക്ത പ്രക്ഷോഭം നടത്തി. ഓൾ ഇന്ത്യ ആഗ്രഗാമി കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ഫ്രാൻസിസ് പിൻഹീറോ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ജിതിൻ കാട്ടാളൻ അധ്യക്ഷനായി. അബ്ദുൾ മജീദ്, ജോൺ മുണ്ടൻമാണി, ഉണ്ണികൃഷ്ണൻ, റിൻസൺ മണവാളൻ, മീരാസ വെട്ടുക്കൽ, ജോജി കാട്ടാളൻ, പ്രേംജി ചാലക്കുടി, മൈക്കൽ അൽവാരേസ് എന്നിവർ സംസാരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ പൊതു ശൗചാലയങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതിലും കൊടകരയിലെ ചാലക്കുടി ബസ് സ്റ്റോപ്പ് നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞിട്ട് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാത്തതിലും പ്രതിഷേധിച്ച് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതിയും കേരള സിറ്റിസൺ ഫോറം പഞ്ചായത്ത് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏകലവ്യ കലാകായിക സമിതി സെക്രട്ടറി TG അജോ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തലാക്കുന്നതിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച TG അജോയെ അനുമോദിച്ചു. കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി, കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന കൺവീനർ ഔസേപ്പച്ചൻ, ഭാരവാഹികളായ ഷജിത് കുമാർ, പ്രദീപ് കല്ലിങ്ങപ്പുറം, KL ജോസ് എന്നിവർ സംസാരിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 53ാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. KF ഷംസുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം കൊടിയേറ്റവും പ്രാർത്ഥനയും നിർവഹിച്ചു. ഹാഫിൾ അനസ് ബാഗവി നസീഹത്ത് നടത്തി. ജാറം ഭാരവാഹികളായ KS സെയ്ദ് മുഹമ്മദ്, MH അബ്ദുൾ ഖാദർ, MY മുഹമ്മദ് റംസാൻ, MS ഈസ, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, RM ഷിഹാബ്, RK മുസ്തഫ, ഇസ്ഹാഖ് ദാരിമി, KS മുഹമ്മദ്, MY ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. നാളെ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ദിക്കർ ഹൽക്കയ്ക്കും പ്രഭാഷണത്തിനും ബഷീർ ഫൈസി ദേശമംഗലം നേതൃത്വം നൽകും. ശനി രാവിലെ 8 മണിക്ക് മൗലിദ് പാരായണവും രാവിലെ 10 മണി മുതൽ 1 മണി വരെ നേർച്ചഭക്ഷണ വിതരണവും നടക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ഗത്തം ദുആഖ് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകും. കേരള സംഗീത നാടക അക്കാദമി കഥാപ്രസംഗ മഹോത്സവം സംസ്ഥാനതല ശില്പശാല ഓഗസ്റ്റ് 15, 16, 17 തീയതികളിൽ പറവൂർ കരിമ്പാടം DD സഭ ഹൈസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് അക്കാദമി നിർവാഹക സമിതി അംഗം സഹീർ അലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഠന ക്ലാസ് അനുഭവം പങ്കിടൽ, കഥാപ്രസംഗത്തിന്റെ സംഗീത സരണികൾ, കഥാപ്രസംഗം അവതരണങ്ങൾ, അഭിനയവും കഥാപ്രസംഗവും പുതിയ കാലവും എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. ശില്പശാല രാവിലെ 10-ന് മുൻ മന്ത്രി S ശർമ്മ ഉദ്ഘാടനം ചെയ്യും. 15-ന് വൈകിട്ട് 5:30-ന് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. 17 വൈകിട്ട് 3-ന് ശില്പശാല സമാപിക്കും. പറവൂർ തത്തപ്പിള്ളി മാനടിയിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പുരസ്കാര ദാനവും സ്നേഹാദരവും വെള്ളിയാഴ്ച തത്തപ്പിള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ മാനടിയിൽ സജീവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടുവള്ളി പഞ്ചായത്തിലെ 5, 6, 7, 8 വാർഡുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും. തത്തപ്പിള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി S ശർമ്മ പുരസ്കാര സമർപ്പണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ KK അബ്ദുള്ള, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MA പ്രദീപ്, പബ്ലിസിറ്റി കൺവീനർ ദിനിൽ തത്തപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ BJP നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് CPI കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു.
ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. KR ജൈത്രൻ, KS കൈസാബ്, TP പ്രബേഷ്, അഷ്റഫ് സാബാൻ, KK വിജയൻ, PN രാമദാസ് എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കു നേരെ തൊഴിലിടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭർത്താവിന്റെയും അധിക്ഷേപങ്ങൾക്കെതിരെ CPI പൊയ്യ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊയ്യ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ ആളുകളെല്ലാം പറയുന്നത് പൊയ്യ പഞ്ചായത്തിന് 2 പ്രസിഡന്റ് ഉണ്ടെന്നാണ്. അങ്ങനെ 2 പ്രസിഡന്റിന്റെ ആവശ്യം പൊയ്യ പഞ്ചായത്തിനുണ്ടോ? ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഉണ്ട്. അവരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ 2 പഞ്ചായത്ത് പ്രസിഡന്റിന് പഞ്ചായത്തിന് ആവശ്യമില്ല. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിന് അത് കൊണ്ടുപോകാനുള്ള കഴിവൊക്കെയുണ്ട്. അങ്ങനെ 2 പ്രസിഡന്റുമാരുണ്ട് എന്ന് നാട്ടിലെമ്പാടും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ ഭർത്താവ് തന്നെ വന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ ചീത്ത വിളിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്നത്. CPI പൊയ്യ ലോക്കൽ സെക്രട്ടറി CN സുധാർജുനൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ AM ഹക്കീം, PB അരുൺ, TA ഉണ്ണികൃഷ്ണൻ, തോമസ് മാളിയേക്കൽ, MK മുരളി, TK അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ബൈജു പാറേക്കാടൻ, മിനി അശോകൻ, സിജി വിനോദ്, PK സുബ്രൻ, ഷീബ സജീവ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. പാറേക്കാട്ടുകരയിലെ കിടക്ക നിർമ്മാണശാലയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. മതിലകത്ത് അങ്കണവാടി ജീവനക്കാരിയുടെ സ്വർണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. ചാലക്കുടി കോടശ്ശേരി മലയിൽ മണ്ണിടിച്ചിൽ. കോടശ്ശേരി മലയിൽ ഉൾപ്പെടുന്ന കനകമല പള്ളിയുടെ ഏകദേശം 200 മീറ്റർ ദൂരത്തിലാണ് മലയിലെ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.